നീ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ദിവസം ഉണ്ടാവുമല്ലോ, അന്ന് ഇതുപോലൊരു വാർത്ത ഉണ്ടാവും. നിന്റെ പടത്തിന് പകരം എൻ്റെ പടം ഉണ്ടാക്കും. നിന്നെ കൊന്നിട്ട്. ഇതൊന്നും ഇവിടെ നടക്കില്ല. അതിൻ്റെ മോനെ ഇങ്ങോട്ടാ. പുലർകാലമേഘം വന്ന ജനൽപ്പാളിയോരം നിൽക്കേ, പുതുമഴ മണ്ണിൽ മെല്ലെ നറുമണം തൂവി പയ്യെ. പുലർകാലമേഘം വന്ന ജനൽപ്പാളിയോരം നിൽക്കേ, പുതുമഴ മണ്ണിൽ മെല്ലെ നറുമണം തൂവി പയ്യെ. ഇലകളിൽ പെയ്യാൻ നെമ്പും മഴത്തുള്ളി എന്തേ ചൊല്ലി, ഇമച്ചിമ്മിയാരെ തേടി ഇളം വെയിൽ നാണത്തോടെ. പുലർകാലമേഘം വന്ന ജനൽപ്പാളിയോരം നിൽക്കേ, പുതുമഴ മണ്ണിൽ മെല്ലെ നറുമണം തൂവി പയ്യെ. ഇടവഴിയോരം താണ്ടി പതിയെ ഞാൻ പോവും നേരം, ഇടറാതെ പാട്ടും മൂളി മൃദുലമായി പുൽകി കാറ്റും. ഇടവഴിയോരം താണ്ടി പതിയെ ഞാൻ പോവും നേരം, ഇടറാതെ പാട്ടും മൂളി മൃദുലമായി പുൽകി കാറ്റും. കിളി വന്നു ചൊല്ലി തമ്മിൽ പതിയെ ഞാൻ കാതോർക്കുമ്പോൾ, കളിവാക്ക് ചൊല്ലി ദൂരെ മറയുന്നതാരെ തേടി. പുലർകാലമേഘം വന്ന ജനൽപ്പാളിയോരം നിൽക്കേ, പുതുമഴ മണ്ണിൽ മെല്ലെ നറുമണം തൂവി പയ്യേ. പാടവരമ്പത്താടും പൂങ്കുയിൽ നാണത്തോടെ പാടുന്നതാരെ തേടി പാൽനില പുഞ്ചിരിയോടെ. പാടവരമ്പത്താടും പൂങ്കുയിൽ നാണത്തോടെ പാടുന്നതാരെ തേടി പാൽനില പുഞ്ചിരിയോടെ. പുലർകാലമേഘം മായേ ജനൽക്കോണിലാരോ വീണ്ടും ഉണരുന്ന കാറ്റിൻ കയ്യിൽ മുടിച്ചാർത്തുലഞ്ഞു വീണ്ടും. പുലർകാലമേഘം വന്ന ജനൽപ്പാളിയോരം നിൽക്കേ, പുതുമഴ മണ്ണിൽ മെല്ലെ നറുമണം തൂവി പയ്യെ. ഇലകളിൽ പെയ്യാൻ നെമ്പും മഴത്തുള്ളി എന്തേ ചൊല്ലി, ഇമച്ചിമ്മിയാരെ തേടി ഇളം വെയിൽ നാണത്തോടെ.
പുലർകാലമേഘം വന്ന ജനൽ പാളിയോരം നിൽക്കേ പുതുമഴ മണ്ണിൽ മെല്ലെ നറുമണം തൂവി പയ്യേ. ആ ഹലോ സാർ. ഓക്കെ സാർ. ഓക്കെ. ആ ശരി. ഓക്കെ. ആ ആ ഏടിയാന്നേനി ഇത്രയും നേരം കാത്തിരുന്ന മനുഷ്യൻ്റെ ഊപ്പാട് ഊരി. സാറിന് അറിയാത്ത എൻ്റെ ടെൻഷൻ. 4 ദിവസമായി ശരിക്കൊന്നും ഉറങ്ങിയിട്ട്. ലീവിന് എപ്പോഴേക്കും അതും കിട്ടിയിട്ടില്ല. ഒരുമാതിരി പണി. വേറെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ വലിച്ചടിപ്പോയാൽ 11 മണിക്ക് മുതലിൻ്റെ അടുത്ത് കോടതിയിൽ എത്തിക്കണം. ഇനി എങ്ങനെ എത്താനാടാ? അതിന് മുതലെവിടെ? എന്താ ഇതെന്നാടാ? എങ്ങനെയുണ്ട് സാറേ? രസല്ലേ? ഇവൻ നല്ല കലാകാരനാട്ടാ. നമ്മള് മോളിയെ പോലില്ലേ? കുറച്ചുകൂടി വരാനുണ്ട്. കൊള്ളാലോ ഇവൻ. താങ്ക് യു സാർ. ഓനൊന്ന് വേഗം എടുക്ക്. വാ പോവാലോ. എടാ നിന്നെ അനാട്ടമ ഞാൻ വരച്ചരാം. സാർ പേപ്പറിലൊക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതല്ലേ പറയുന്നത് സാറേ. എടുക്കെടുക്ക്. വാ വിടാ. സാർ വണ്ടി വണ്ടിയൊന്നുമില്ല. വണ്ടിയില്ലേ? വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാത്തുക്കുവാ. ഞാൻ ഒറ്റക്ക് എടുത്തോണ്ട് പോലെ. ആകെ 4 വണ്ടി, 408 കേസും. സാറേ വണ്ടിയില്ല. വണ്ടി ഉണ്ടെങ്കിലേ വരുന്നുള്ളൂ. ശേ അതല്ലപ്പാ. പറ എന്നാ. ഒന്നുമില്ല. കാര്യം പറയണോ? വണ്ടി ഉണ്ടെങ്കിലേ പോന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ ഓനെയും കൂട്ടിയാട്ടെ. 11 മണിക്കാട് എത്തിയില്ല കണ്ടല്ലോ. പണി വീട്ടിലെത്തും. ഇവിടെ ഓക്കെ എന്നാ. സാറേ താഴെ നിന്ന് ഓട്ടോ കിട്ടും. സാറേ അവനെ നല്ലോണം ശ്രദ്ധിക്കണേ. ഇളക്കം കൂടിയ മുറ്റിയനവാ. ചാടിപ്പോവാൻ സാധ്യതയുണ്ട്. ഒരു വണ്ടി സംഘടിപ്പിച്ചു സാറേ. വണ്ടിയല്ലേ നിന്റെ സാറേ എനിക്ക് വഴിയിൽ നിന്ന് ഒരു ബിരിയാണി വെച്ചരും. നടക്ക്. ഇവന്മാര് നേരവണ്ണൊന്നും കഴിക്കാൻ തരില്ല സാറേ. എനിക്കാ മേടിച്ചേരടാ. എന്താണ് തരൂ സാറേ സത്യം എനിക്ക് വായിച്ചു. നീ ഒന്ന് വാടാ. നടക്ക്. അത് മതി സാറേ. കൊറേ കാലായി ബിരിയാണി. ഒരു ബിരിയാണിക്കാരൻ. ഒരു ഓട്ടോ വരുന്ന നോക്ക് സാറേ. കൈ കാണിക്കും സാറേ. ഓട്ടോ വരുന്നുണ്ട് സാറേ. കാര്യം എന്തുവാ? കേറ് സാറേ. എടുത്തേ. അത് ശരി. ഇപ്പൊ അങ്ങനെയാ. നീ എന്തിനാ സാറേ? അടുക്കിരിക്കടാ. എടാ ഇപ്പറ കേറി.
അടങ്ങിയിരിക്കടാ. ചാടിക്കളേണ്ടവരുടെ അല്ലേ മൂഷിക? ഇവനാ നീ നോക്കുന്നത്? സാറേ ഇവനെ മറിഞ്ഞിട്ടൊന്നും കാണില്ല സാറേ. ഈ ഫ്രണ്ട് കാണും. നേരെ വണ്ടി അടിച്ചാൽ എൻ്റെ പേരെ കിടക്കേണ്ടി വരും. അല്ല സാറേ, സാറേ ഓൻ എന്നെ കണ്ണാടി കൂടെ നോക്കി പിടിപ്പിക്കുന്നില്ലേ? ഇല്ല. അല്ല സാറേ, ഈ ഓട്ടോയിൽ ശരിക്കും കണ്ണാടിൻ്റെ ആവശ്യമുണ്ട്. പിറകിലിരിക്കുന്ന പെമ്പിള്ളേരെ വായി നോക്കാനാണ് സാറേ ഇവന്മാര് കണ്ണാടി വെച്ചിരിക്കുന്നത്. ഈ കണ്ണാടി കൂടെ നോക്കിയാൽ റോഡൊന്നും കാണില്ല സാറേ. ഇത് നിർത്തലാക്കണം സാറേ. ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. സാറിന്റെ കുട്ടികളിപ്പത്തല്ല. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ എൻ്റെ മോളെ കല്യാണത്തിന് വന്നിട്ട് അടിച്ചിട്ട് പോയി. നീ അത് ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? അത് മറന്നാണ്, സ്ഥിരല്ലേ. അല്ല, നമ്മൾ രണ്ടാളും ഒരേ പ്രായമല്ലേ? ഞാൻ വല്ലാണ്ട് വൈപ്പില്ലേ അല്ലേ? അതെന്താ വയ്യേ? സാർ പഠിത്ത കല്യാണം കഴിച്ച് കല്യാണം നേരത്തെ വെച്ചു. പിന്നെന്താ പ്രശ്നം? ഓ ഹോ 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 ഹോ. എന്നിട്ട് എടാ, എൻ്റെ കുട്ടി ഇരിക്കുന്ന സൈന്ന്. കൺഗ്രാറ്റുലേഷൻ. കോട്ട് കൊയ് സാറേ, സാറിൻ്റെ വകയിൽ ബിരിയാണി ഉണ്ടായിരുന്നോ? അതുകൊണ്ട് മാത്രമാണ് ഇനി നടിക്കാണ്ട് വിട്ടു കേട്ടോ. മനസ്സിലാ? ഒന്ന് വേഗം വിടറോ. എന്താകുമെന്ന് അറിയില്ല സാറേ, ആകെ ടെൻഷനില്ല. അതൊന്നും വിഷയാക്കണ്ട, വിട്ടുകളാ. പിള്ളേർ വലുതാകുമ്പം അതിന്റെ ക്രെഡിറ്റ് ഒറ്റക്കടിക്കുന്ന പരിപാടിയല്ലേ പെണ്ണുങ്ങൾക്ക്. 10 മാസത്തെ കണക്കും പറഞ്ഞു വരും. അനുഭവിക്കട്ട്. ഈ സമയത്ത് തന്തമാർ അനുഭവിക്കുന്ന വിഷമത്തിന് വല്ല വിലയുണ്ടാ? പണ്ടാരടക്കെ എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. എനിക്കൊന്നും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്താ, എനിക്കൊന്നും ബാധകല്ലേ. കല്യാണം കഴിച്ചാ? പിന്നെ അതൊക്കെ നേരത്തെ കേട്ടായി. ഒരു കുഞ്ഞു മോളുണ്ട്. എന്നിട്ടാ തണ്ടി ഇമാര് പഠിക്കുന്നത്? എടാ, ആളെ കൊല്ലുമെങ്കിലും എനിക്ക് ഇതിന്റെ കുഞ്ഞിന്റെ മുഖം ഓർമ്മ വരില്ലേ? തണ്ടി കൊല്ലണമെന്ന് തോന്നിയ പിന്നെ കൊല്ലണ്ട സാറേ. സാറേ ഇത് വണ്ടിയാ, ഇത്ര വരെ പോവും. നമ്മളെ പൈസ അങ്ങോട്ട് ബസ്സൊക്കെ കുറവല്ലേ? സാർ ഇത് മീത്തപ്പണി നിർത്തുവാ? മീത്തപ്പടിയാ? ആ, മണി അടിച്ചോർത്തു. മണി അടിക്കൂ. കണ്ടക്ടറോട് ചോദിക്കൂ. അല്ല, ഇനി കണ്ടക്ടർ അടിയാന്ന് മേലെ എടുത്ത് ചോദിക്കും. എന്തെന്നാണ് ഇയാൾ കളിക്കുന്നത്? ഇത് തലശ്ശേരി വണ്ടിയല്ലേ? ഡോ, എങ്ങോട്ടാ ഫോക്കസ്? അതല്ല ചേച്ചി. ഏതല്ല? മുന്നിൽ ബോർഡില്ലേ? കണ്ടിട്ട് സ്കൂളിലൊക്കെ പഠിച്ചതുപോലെ ഉണ്ടല്ലോ. എന്നാ നിങ്ങൊന്ന് വായിച്ചെന്നാട്ടെ. വായിക്കലോ? അതിനെന്താ കുഴപ്പം? അയാൾ പറ്റിച്ചോ? ഈ ബോർഡ് എങ്ങനെ മാറ്റുമോ? നോക്കി. അടിപൊളി.
സാറേ ഓനെ നോക്കണേ, ഓനെ ഓടിയേക്കും. ഓന് ഏടിയോടെ കൈ വിട് സാറേ, ഞാൻ എടുത്തേക്കോളാം. സാർ ഓടാണ്ടിരുന്നോ. ഭാര്യ ഇല്ലേ സാറേ? ഞാനാടി എത്തിക്കോളും. എന്റെ സിന്ധു, നീ എന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കി. സാറേ ഒരു ചായ കുടിച്ചാലോ? എന്നാടാ നടന്നാട്ടെ. പഴമ്പലുണ്ട് സാറേ. ചേട്ടാ ഒരു ചായ. വീഴ്ത്തു എന്ന് പറഞ്ഞാൽ വീഴ്ത്തു, ഉറപ്പായിട്ട് വീഴ്ത്തു. കൊറേ വേർപ്പ് പോകും. നിനക്കെന്നെ അറിയാഞ്ഞിട്ട മോളെ. ബാലരമയിൽ ഞാൻ വായിച്ചോളാം വീരകഥ. നിന്നെ ഞാൻ വീഴ്ത്തിയിട്ട് പഴംപരി പോലെ പൊരിച്ച് കൈമ തരും. ഇതിലും വലിയ കൊമ്പന്മാര് കൊറേ നോക്കിയതാ വീഴ്ത്താൻ, വീണിട്ടില്ല ഇതുവരെ. അതൊക്കെ നിന്റെ വേറെ തോന്നല മോളെ. ഈ അശോകം വിചാരിച്ച ആരെയും വീഴ്ത്തും. എത്ര എണ്ണത്തിനെ വീഴ്ത്തിയിരിക്കുന്നു. പിന്നെ ഈ ഉണക്കക്കമ്പ് പോലത്തെ നീ. വെല്ലുവിളിയെങ്കിലും കുറച്ച് മോഡേൺ ആക്ക് ചങ്ങായി. അപ്പൂപ്പന്മാര് കളഞ്ഞ സാധനമായിട്ടാണ് അലക്കുന്നത്. കാണിച്ച് തരാ നിനക്ക്. എന്നാ കാണിക്ക്, ഞാൻ ബോധം കെട്ട് കിടക്കാം. ചായ പശ കൊടുക്കണേ. ആദ്യം പോയിട്ട് ബോർഡ് നേരെ വെക്കാൻ പഠിക്കും. വീഴ്ത്താൻ നടക്കുന്നു. ഇത് ചേട്ടാ 30 അല്ലേ? അതെ. ആ കുറച്ച് താത്തിക്കോളൂ. ആ മതി. ഹലോ 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 ഹലോ. ഓനെന്താ പറഞ്ഞ മോളെ? ആ വരാന്ന് പറയുന്നുണ്ട്, വന്നാ കാണാം. ഓ, ഈ പോലീസുകാർക്ക് ചാവാനും സമയമില്ലേ? അമ്മ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ലേ? ഇവിടെ ഇപ്പം ആരാ ചാവാൻ കിടക്കണ? നിന്റെ കാര്യമല്ല പറഞ്ഞത്. വേഗം കയറി സാറേ. സാറേ സാറേ ഇവിടെ ഇരുന്നോ? അത് വേണ്ട. സാറിന് കാറ്റ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാ. എന്നെ അങ്ങനെ കാറ്റ് വിളി. അങ്ങോട്ടേക്ക് നീ എന്താ കാറ്റുണ്ട്? അവിടെ ഇരുന്നോ. എങ്ങോട്ടാ ടിക്കറ്റ്? ഒരു മീത്തൽ പീടിയ. എവിടെയാന്ന്? ഒരു മീത്തല പീടിയ. ആടെയൊന്നും സ്റ്റോപ്പില്ല, അപ്പുറത്തെ ലോക്കല്. അല്ലേ ഞാൻ ചോദിച്ചിട്ടല്ലേ കയറിന്. എന്ത് ചോദിച്ചു? തലശ്ശേരി എന്നല്ലേ ചോദിച്ചു? തലശ്ശേരി പോകുന്ന വഴിയല്ലേ മീത്തൽ പീടിയ. മലയാളത്തിലല്ലേ പറഞ്ഞത് അവിടെ ഒന്നും സ്റ്റോപ്പില്ലാന്ന്? അതിന് ഇങ്ങനെ പേടിപ്പിക്കുന്നു. ആര് പേടിപ്പിച്ച്? നീ പേടിച്ചത് ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് ഇറങ്ങിയാട്ടെ വേഗം. ഓരോന്ന് വന്ന് കേറിക്കോളും. ഒന്ന് ഇറങ്ങിയ വേഗം. ഇതെന്നാ നിങ്ങളാ സാർ? സ്റ്റേറ്റ് ബസ് നിങ്ങൾക്ക് വിറ്റാ? രാവിലെ തന്നെ ഓരോ മെനക്കേട്. ടിക്കറ്റ് ടിക്കറ്റ്. ഒരു തലശ്ശേരി. ചില്ലറ തരൂ മാഷേ. ചില്ലറ ഇല്ലാത്തത് കൊണ്ടാണ്. രാവിലെ തന്നെ ഞാൻ എവിടേക്കാ ചില്ലറക്ക് പോവാ? നോക്ക്, ബാഗിൽ നോക്ക്. നോക്കുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. ചില്ലറില്ലാതെ ഇറങ്ങുമ്പോ തരാ ബാക്കി. ഹലോ ഹലോ, എവിടെ എത്തി? എവിടെത്തെ? ഇവിടുന്ന് പുറപ്പെട്ടു വേണ്ടേ? നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും സിന്ധു. ബ്ലഡിന്റെ കാര്യത്തിൽ 2 ആളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓ പോസിറ്റീവ്. ഓ നെഗറ്റീവാ? പോസിറ്റീവ് അല്ല. ഒലക്ക.
കുന്തമൊക്കെ ഒന്ന് മാറ്റി വെക്ക്. ഇതെല്ലാം ഒരു സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. ഇപ്പം ഇതിനെക്കൊണ്ടില്ലാത്ത സ്വൈരക്കേടില്ല. സാറേ എൻ്റെ ഓനേറ്റിയോ സാറേ? മിണ്ടാണ്ടിക്കട. ആ സുമേഷേ, ഞാൻ ഗോപിയാന്നേ. ഇന്ന് വൈഫിൻ്റെ ഡെലിവറിയാണ്. കുറച്ച് ഓനാക്റ്റീവ് ബ്ലഡ് വേണേ. ആ ഇന്ന് തന്നെ രാവിലെ 11 മണിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. പ്രിയ നാട്ടുകാരെ, കലാസ്നേഹികളെ, നമ്മുടെ നാടിന്റെ പണിണ്ടാവും. റിയ ഫാത്തിമയുടെ നടത്തുന്ന ഓനാക്റ്റീവ് ഒരു 10 റുപ്യ. ഇന്നത്തേക്ക് വേണം. ഗാനമേള ഏതാനും സാറേ ഒരു 10 റുപ്യ. മിണ്ടാണ്ടിക്കട. ഞാനടിയില്ല, എല്ലാ നാട്ടുകാരും ഞാൻ യാത്രക്കാരും ഡ്യൂട്ടിയാ. ഈ കാരുണ്യ പ്രവർത്തനത്തിൽ അകവഴിഞ്ഞ് സഹായിക്കണമെന്നും മകളുടെ ആരോഗ്യ ജീവിതം നീ ഒന്ന് സുരക്ഷിതമാക്കാൻ കാര്യമായിട്ട് നോക്കണം കേട്ടോ. അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിന്നെ വിളിച്ചോളാം കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ആ ശരി. എന്തിനാ 10 റുപ്യ? അത് സാറേ ഒരു കൊടുക്കാനാ? ഒരുക്ക് ചാവട്ടീന്. ആ ആ കാലമിത്ര പോയി മറഞ്ഞിട്ടും കാറ്റുമെത്ര വന്നു പോയിട്ടും ഒരു ചില്ല പോലും പൂക്കാത്ത മാഞ്ചുവട്ടിൽ കാത്തിരിക്കുന്നെന്താണു നീ, കാത്തിരിക്കുന്നെന്താണു നീ. കാലമിത്ര പോയി മറഞ്ഞിട്ടും കാറ്റുമിത്ര വന്നു പോയിട്ടും ഒരു ചില്ല പോലും പൂക്കാത്ത മാഞ്ചുവട്ടിൽ കാത്തിരിക്കുന്നെന്താണോ നീ, കാത്തിരിക്കുന്നെന്താണോ നീ. വിതയ്ക്കാത്ത പാടത്ത് തനിയെ മുളയ്ക്കുന്ന കനവുകൾ കൊയ്തെടുത്തു നമ്മൾ, കനവുകൾ കൊയ്തെടുത്തു. പിരിയുവാൻ മാത്രമായി തുടരുന്ന യാത്രകൾ ഓർമ്മകൾ ബാക്കി വയ്ക്കാൻ, അതിൻ മധുരം നിറച്ചെടുക്കാൻ, അതിൻ മധുരം നിറച്ചെടുക്കാൻ. കാലമിത്ര പോയി മറഞ്ഞിട്ടും കാറ്റുമിത്ര വന്നു പോയിട്ടും ഒരു ചില്ല പോലും പൂക്കാത്ത മാഞ്ചുവട്ടിൽ കാത്തിരിക്കുന്നെന്താണോ നീ, കാത്തിരിക്കുന്നെന്താണോ നീ. എവിടെയാ ടിക്കറ്റ്? കോഴിക്കോടേക്കാ പോണ്ട്. ഇത് പോവാ. ഇല്ലല്ല, തലശ്ശേരിന്ന് മാറി കയറിയാ മതി. മോക്ക് നല്ല തുകൂല്ല. ആടെ കാണിക്കല്.
ആയിക്കോട്ടെ. അതെ, ഒരാപ്പും ഒരു ഫുള്ളും. ഏ ഫുള്ളും ഓഫോ? ഇതെന്താ ബാറോ? എവിടെ പാസ് എടുക്ക്. എന്ത് പാസ്? വികലാംഗ പാസ്. എനക്ക് പാസ്സൊന്നുമില്ല. അപ്പൊ വികലാംഗ പാസ് ഇല്ലേ? ഇല്ല. പിന്നെ ഹാഫ്? അത് മോൾക്ക്. മോളൊക്കെ നല്ലോണം മൂത്ത് കാരണോരെ. നിങ്ങൾ ഏത് ലോകത്താ? പെറ്റിട്ടിട്ടേ ഉള്ളൂ എന്നാ വിചാരം. എന്നാ പിടിക്ക്. എന്താടോ? ഞാനൊരു ഐഡിയ പറയട്ടെ. ഐഡിയ ഒന്നും തൽക്കാലം നടക്കൂല. കേട്ടോക്ക്. ആ എന്നാ ഇവനെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇറങ്ങിയാൽ ആശുപത്രി അടുത്താ. കോടതിയിലെ നിബന്ധന പ്രതിനെ 11 മണിക്ക് എത്തിക്കലാ. വൈകുന്നേരം ആകാണ്ട് കോടതി തീരൂല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. സാറ് വിട്ടോ, ഞാൻ നോക്കിക്കോളാം. അത് ശരിയല്ല സാറേ. ഇവനങ്ങനെ ചാടിപ്പോയാലേ നാണക്കേടുകൊണ്ട് പിന്നെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. പണി പോകുന്നല്ലേ പ്രശ്നം. ഞാൻ ചാടി പോകുന്നില്ല സാറേ, ഉറപ്പ്. ചാടിയാ നീ വിവരം അറിയും. വെടിവെക്കും നിന്നെ. അതിന് സാറിൻ്റെ കയ്യിലൂടെ തോക്ക്. ഇവനെ ഒറ്റക്കൊത്തിന്. എന്ത് സാറേ ഇത്? വിശ്വാസം അതല്ലേ എല്ലാം. ഡയമണ്ട് എൻ്റെ ലളിതമായ ചോയ്സ്. എൻ്റെ ഉമ്മ ഇത്രയ്ക്ക് ലളിതമായതൊക്കെ ഉണ്ടോ? സാറേ, രണ്ടാൾ തമ്മിൽ അടികൂടി. അടിയെന്ന് വെച്ചാൽ പറമ്പനടി. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനുള്ള അടിയാ. ഒരാൾ നന്നായി ഫൈറ്റ് ചെയ്ത് മറ്റവനടിച്ച് താഴ്ത്തിട്ട് അവസാനം വീണ മറ്റവൻ്റെ അടുപ്പ് കത്തി കയറ്റിയാ തീർന്നില്ല സാറേ. ഒരാൾ വിജയിച്ചു എന്ന് തോന്നുന്ന നിമിഷമുണ്ടല്ലോ, അന്നേരമാണ് സാറേ ശരിക്കും ഒരാൾ തോൽക്കുന്നത്. സാർ എത്ര ഫൈറ്റ് ചെയ്തിട്ട് അച്ഛനാവാൻ പോകുന്നത്? എന്നിട്ട് ആ സമയത്ത് സാർ എവിടെ ഇല്ലല്ലോ. അന്നേരം സാറ് ശരിക്കും ഒരു ഭീകര തോൽവിയല്ലേ? സാറേ, ഇവനെ കോടതി എത്തിക്കണം നിർബന്ധമുണ്ടോ? സാറേ, ഒരു മോള്. സാറല്ല കളിച്ചോട്ട്. നന്ദുട്ടി, പോലീസും അമ്മമാരെന്ന് വെറുതെ കറിഞ്ഞാല് പിടിച്ചോണ്ടാവില്ലേ? കണ്ട, പിള്ളേർക്ക് പോലും കടനല്ല വേടി. ഒന്ന് പോടും. അതെയാ, പുറത്തേക്കാ നോക്കുന്നത്? ടിക്കറ്റ് സാറേ, ടിക്കറ്റ്. എങ്ങോട്ടാ? ഒരു കോടതി. എനിക്ക് ടിക്കറ്റ് വേണ്ടേ? ഇത് രണ്ടാളെ വാറണ്ടത്. കീറിപ്പോയില്ലേ? വേണ്ടായിരുന്നു. ഒരധിക പണി വേണ്ടാന്ന് വിചാരിച്ച് പറഞ്ഞ കുഴപ്പമില്ല. സർക്കാരിൻ്റെ പ്രതി, സർക്കാരിൻ്റെ ബസ്, സർക്കാരിൻ്റെ പൈസ. എന്താ സാറേ കേസ്? പോക്കറ്റടിയാ? അതിനുള്ള ആരോഗ്യവനുണ്ടോ? അതൊന്നുമല്ല, പിന്നെ മർഡറാ. 302. എന്താ പേര്?
സാറേ ജാമാക്കല്ലേ? ആ പിന്നെ തരാം. ലാസ്റ്റായിട്ട് പറയുന്നു, ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പീടെ ഇറങ്ങിക്കോ. ഇവന്റെ കേസ് ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും പ്രശ്നമായല്ലോ? ഒരു പ്രശ്നവും വരില്ല. അഥവാ വന്നാല് ഞാൻ പറയും ഹോസ്പിറ്റലിൽ പോയതാന്ന്. സാറ് പോയിക്കോ. കൂടി പോണേല് അന്നേ പോവില്ലേ? സ്റ്റേഷനിൽ വന്ന് കേടുന്നു. പോയിക്കോ. തോന്നില്ലേ? എന്താണ് സാറേ? സിംഗിൾ ബില്ലറ്റ് എന്താ അറിയില്ലേ? ചോദ്യം. പുറത്തിറങ്ങിയിട്ട് എനിക്ക് പണി കിട്ടുന്ന അറിയില്ലടാ. അതുകൊണ്ടാണ് നീ കീഴടങ്ങിയ പഠിച്ചില്ലടാ. കേരള പോലീസ് നിന്നെ പോലത്തെ ക്രിമീനെ പിടിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചടാ. അവന്റെ അമ്മയുടെ ഒരു ജാമ്യം കിട്ടിയിട്ട് വേണ്ടേ? നീ ഇങ്ങോട്ടൊക്കെ തന്നെ വേണം. ഒരു പ്രശ്നം സാറേ, സാറ് ഇങ്ങോട്ടേക്കിരി. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കട്ടാണ്ട. വാ സാറേ. നീ ആരെങ്കിലും ടിക്കറ്റ് എടുക്കണ്ട? ബാക്കി ചില്ലറൊന്നായില്ല. അവിടെ ടിക്കറ്റ്. എന്തൊരു ചവിട്ടാ ചവിട്ടുന്നത്. സാറേ, നമുക്കൊരു ഓറഞ്ച് വാങ്ങിക്കണ്ടല്ലേ തിന്നോണ്ട് പോകാനല്ലേ? അതിങ്ങനെ അടർത്തിയെടുത്ത് ഓരോ അല്ലിങ്ങനെ വായിലേക്കിട്ട് കുരുവൊക്കെ തുപ്പിക്കളഞ്ഞ് ഭയങ്കര രസമായിക്കില്ലേ സാറേ? സാറേ, ഈ ഓറഞ്ചിൻ്റെ തൊലിയെ നമ്മളെ കൈക്കിങ്ങനെ അടിച്ചാൽ നല്ല തണുപ്പിടും. നല്ല മണമായിരിക്കും സാറേ. സാറേ, ഇതേ കണ്ണിലാവണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഭയങ്കര എരിയായിരിക്കും. നോക്കിയേ, എന്തൊരു നാണക്കേടാന്നല്ലേ. ചെക്കനല്ല രസമുണ്ട്. എന്നെയാറ്റും ഇങ്ങനെ കണ്ട കൊല്ലു. പിന്നെ ഇതിപ്പോ എല്ലാരും ചെയ്യുന്നല്ലേ. എന്നാന്ന് ഉടുക്കാണ്ട? ഉടുത്തിട്ടെല്ലാം ഉണ്ട്. നോക്ക്, എനിക്കൊന്നും കണ്ട ഭയങ്കര ബോറ്. ഓൻ എന്നെ കൊണ്ട് ഇങ്ങനെ എങ്ങാനും ചെയ്യിക്കുവാ? സാധ്യത ഉണ്ടല്ലേ. എന്നാ ഞാൻ ചാവും. എങ്ങോട്ടാ? തലശ്ശേരി. ടിക്കറ്റ് എങ്ങോട്ടാ? ഒരു തലശ്ശേരി.
ഇതെത്രയാ ബാക്കി തന്നെ? 450 ഇത്. ഞാൻ 100 തന്നെ. ഓ എൻ്റെ ബാക്കി ഇപ്പൊ തരാം. അല്ല KSRTC നഷ്ടത്തിൽ കൊടുക്കും. 100 200 കറക്റ്റ് അല്ലേ? സമയമായല്ലോ, ബസ്സില്ലേ? ഉണ്ടാവും. ആ വിട്, ആ ചേച്ചി നോക്കുന്നുണ്ട്. ആരാത്? വീട്ടിനടുത്തുള്ളതാ. ഇത് പണിയാവും. അവരെയും കൂട്ടിയാ പോരെ, കാര്യം എളുപ്പമില്ലേ? ആ ബെസ്റ്റ്. എന്റെ കയ്യും കാലും വരച്ചിട്ട് വയ്യ വീട്ടെ. ഇത് പാട്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കല്ലേ, അങ്ങോട്ട് നോക്ക്. അങ്ങോട്ടെന്തുള്ളേ? ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തൊക്കെ സർക്കസ് കാണിച്ചിട്ടാ ഞാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് അറിയോ? ജോലി കിട്ടിയിട്ടേ ഉള്ളൂ കല്യാണം എന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ കോച്ചിങ്ങിന് പോണത്. അപ്പൊ കോച്ചിങ് എല്ലാം തട്ടിപ്പല്ലേ? അല്ലല്ല, അത് സീരിയസ് ആയിട്ടാണ്. എന്തായാലും PSC പഠിക്കണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. മടുക്കുമ്പോ ഇറങ്ങി പോവാനെങ്കിലും ഒരു ജോലി വേണം. എന്നെക്കാളും കോംപ്ലിക്കേഷൻ ആണല്ലോ നിന്റെ കാര്യം. അതെന്തേ? ജോലിയൊക്കെ എപ്പോ കിട്ടിട്ടാ? ഒന്ന് പോയേ, കോൺഫിഡൻസ് കളയാണ്ട്. അതൊക്കെ ഞാൻ പിടിച്ചോളാം. നാട്ടിൽ ആമ്പിള്ളേര് മുഴുവൻ പെണ്ണ് കിട്ടാണ്ട് പരക്കം പായുക. അതിനിടയിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഞാൻ ഓർക്കുന്നത്. അതും ഈ 2ാം കെട്ടുകാരന് വേണ്ടി. ബേസിക്കലി ആണുങ്ങൾക്ക് 2ാം കെട്ട് 3ാം കെട്ട് എന്നുള്ള റിമാർക്സ് ഒന്നുമില്ല. അതെന്താ? അവർ ഏത് ലൈഫും ഫ്രഷ് ആയി തുടങ്ങും. അപ്പൊ പെണ്ണുങ്ങളോ? പെണ്ണുങ്ങൾ ചുമ്മാ ഫ്ലാഷ് ബാക്ക് സെന്റ് അടിച്ചുകൊണ്ടിരിക്കും. ആഹാ, ഇതിനെയാണ് മെയിൽ ഷോവനിസം എന്ന് പറയുന്നത്. എല്ലാറ്റിനും അവസാനം വൃത്തികെട്ടൊരു ന്യായീകരണം ഉണ്ടാവും. തന്നെക്കാളും ശക്തനായ ഒരാളോട് യുദ്ധം ചെയ്യുന്ന ഭൂമിയിലെ ഒരേ ഒരു ജീവിയാണ് പെണ്ണ്. അറിയോ? എൻ്റെ അമ്മോ, ഇതൊന്നും താങ്ങൂലേ? ഇത്രയും വലിയ ഫിലോസഫിയാ? സത്യല്ലേ? ആലോചിച്ച് നോക്ക്. സത്യല്ലേ? സത്യല്ലേ? അപ്പൊ എങ്ങനെയാ നമ്മുടെ അപ്രോച്ചിങ്? അതിന്റെ തിരക്കഥയൊക്കെ ഞാൻ വെടിപ്പായിട്ട് എഴുതി തരും. ചേട്ടൻ അത് ബൈഹാർട്ട് പഠിച്ചങ്ങ് പാടിയാ മതി. സമ്മതിക്കൂലേ? സമ്മതിപ്പിക്കണം. അത് നിങ്ങളുടെ മിടുക്ക്. കയ്യും കഴുകി വന്നിരുന്ന വിളമ്പിത്തരാൻ പറ്റിയ സാധനമൊന്നുമല്ലല്ലോ ഇത്. ആ, ഇതാണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എന്ത് യുദ്ധം ചെയ്താലും ഒരു പെണ്ണിനെ കീഴടക്കാൻ പറ്റൂല. അതിന് അവളുടെ സമ്മതം വേണം. നീ സമ്മതിച്ചല്ലോ. ആലോചിക്കട്ടെ. അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച പോവും. അത് കുറെ വട്ടം പറഞ്ഞല്ലോ. എന്തിനാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മുഖത്തൊരു സങ്കടവും കാണുന്നില്ല. കരയണോ? കരഞ്ഞാ കാണാനൊരു സുഖമായി. ആഹാ, അങ്ങനെ ഇപ്പൊ കരയുന്ന പെണ്ണൊന്നുമല്ല ഞാൻ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ജോലി എടുക്കുക, റെഡി ആയിരിക്കുക. പോകുന്നതിനിടയിൽ കാണില്ലേ? അത് കാണാം. ഞാൻ അതിനിടയിൽ ഒരു ദിവസം വന്ന് നിന്നെ കണ്ടോളാം. പോരെ? ശരി, ഓക്കെ.
റഷീദേ, നിന്നെ കാണാൻ ആരും വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഒന്ന് അനങ്ങി നടക്കടാ. ആരാ സാറേ? നിന്നെ പെണ്ണ് കെട്ടിക്കാണ്ടി വന്നവരാ. എന്തേ, താല്പര്യമില്ലേ? അങ്ങോട്ട് ചെല്ലടാ. നീ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ദിവസം ഉണ്ടാകുമല്ലോ, അന്ന് ഇതുപോലൊരു വാർത്തയുണ്ടാകും. നിന്റെ പടത്തിന് പകരം എൻ്റെ പടം ഉണ്ടാക്കും, നിന്നെ കൊന്നിട്ട്. പോയവന് മനസ്സിലായ ആരാ? ആ കൊല്ലപ്പെട്ടവൻ തനിയാണ്. കുഴപ്പമാവോ? ഒരു കണ്ണു വെച്ചോ? നിന്നെ കൊന്നിട്ട്. ഇതൊന്നും ഇവിടെ നടക്കില്ല. നായിൻ്റെ മോനെ, നടക്ക് നടക്ക്. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് ഇറങ്ങടാ. നടക്കടാ. നല്ല വീടല്ലേ സാറേ? ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. 35 ഇൻഡോർ വർക്കടക്കം മാക്സിമം ഒരു 40 ലക്ഷം രൂപ. നിങ്ങൾ എഞ്ചിനീയറാ? അല്ലല്ല, ഞാൻ ICFC ബാങ്കിന്റെ ഫീൽഡ് എക്സിക്യൂട്ടീവാ. ഞാൻ കയറിയപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളൊരു വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ശരിയല്ലേ? ഇക്കാലത്തൊരു വീടെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതൊരു വിഷയമേ അല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ വീടെടുക്കുകയാണെന്ന് അറിയുക പോലുമില്ല. നിങ്ങൾ നേരത്തെ കണ്ട വീടില്ലേ, അത് ഞങ്ങൾ എടുത്തു കൊടുത്താ. അയാൾ ജർമ്മനിയിലായിരുന്നു, ഒന്നും അറിഞ്ഞില്ല, 1 രൂപ മുടക്കിയിട്ടുമില്ല. വീട് വെച്ച് താക്കോല് നമ്മൾ കൈ കൊടുത്ത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു 1200 സ്ക്വയർ ഫീറ്റ് വീട് മതിയാകും. 4 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ്, 2 നില. സാർ എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാൻ പുറത്തായിരുന്നു, വന്നിട്ട് കുറച്ചായി. അപ്പൊ ഈസി ആയല്ലോ, നമുക്ക് NRI ലോൺ ചെയ്യാം. എത്ര വർഷമായി സാർ പുറത്ത്? 10-12 വർഷമായിട്ടുണ്ടാവും. ഓ അതെ അല്ലേ, അത് നന്നായി. എക്സ്ട്രാ ഒരു വീടെടുത്ത് വെക്കുന്നതേ നല്ലതാ. നല്ല റെന്റ് കിട്ടും. ആ റെന്റ് ലോണിലേക്ക് തട്ടിയാൽ മതി. ഫ്രീ ആയിട്ടൊരു വീട് കിട്ടിയില്ലേ? എന്ത് പറയുന്നു സാറേ? സാറേ, സാർ ആ ബിൽഡിംഗ് കണ്ടോ? സാറേ, ഇതിനൊക്കെ എന്തിനാ ഈ ACP ഷീറ്റ് ഇടുന്നത്? പറ സാറേ, പറ സാറേ. വാങ്ങിക്കാൻ വേണ്ടിയായിരിക്കണം. എന്ത്? ഒന്ന് സ്പൂഡായിട്ട് പറ സാറേ. എടാ, നീ എന്നാ ആൾ ഇൻസൾട്ട് ചെയ്യാ? നിനക്കറിയില്ലേ? എനിക്കറിയില്ലല്ലോ, എൻ്റെ പണി ഇതല്ലല്ലോ സാറേ. എൻ്റെ പണി അതാ? അല്ല, പോലീസുകാർക്ക് എല്ലാം അറിയാവുന്നാണല്ലോ വിചാരം. ഓ, ഈ ബസ്സിൽ എത്ര ആൾക്കാരുണ്ട്? ആരെങ്കിലും ഒരാൾ ഒച്ചയാക്കുന്നുണ്ടാ? നീ മാത്രമായിട്ട് കുറേ നേരമായിട്ട് കുണുകുണാക്കുന്നു. മിണ്ടാണ്ടിക്കണം. എടാ, ഒന്നുമില്ലെങ്കിൽ നീ ഒരു കൊലക്കേസ് പ്രതിയല്ലേ? അതിൻ്റെ എന്തെങ്കിലും ഒരു വിചാരം നിനക്കുണ്ടടാ? സാറേ, സാറ് രാത്രി വെള്ളമടിച്ച് ഓവറായ രാവിലെ കുറ്റബോധം തോന്നാറുണ്ടോ? ഉള്ളിൽ കുറ്റബോധം തോന്നിത്തുടങ്ങിയ പിന്നെ എല്ലാം യാന്ത്രികമാവുമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാലേട്ടൻ്റെ വലിയ ഫാനാണ്. സാറിത് പറ, ACP ഷീറ്റ് സാറ് പറഞ്ഞില്ലേ? ഞാൻ കൊച്ചിനോട് ചോദിക്കുക. എടാ, അത് വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെയും മാളിൻ്റെയൊക്കെയാണ്. അത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ ഷീറ്റ് അടിച്ച് വെച്ചേ ഉള്ളൂ. അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഓ ഓ അങ്ങനെയാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാറേ. അങ്ങനെയാണെങ്കിൽ ഈ ജയിലിലൊക്കെ എന്തിനാ AC പിടിച്ചിട്ടിട്ട് പറ സാറേ. രമേശനെ കണ്ട? എന്തിനാ മൂപ്പിക്കാനാ? ഞാൻ മൂപ്പിക്കോ ഒഴിപ്പിക്കുകയോ ചെയ്യും, അത് നീ നോക്കണ്ട. കണ്ടിനെങ്കിൽ അത് പറ. അയാൾ ഉടായ്പ സംഘത്തിലുണ്ടാവും. രാവിലെ തന്നെ വീശലല്ലേ, പോയി കമ്പനി കൊടുക്കും. കമ്പനിക്കാര് രാവിലെ തന്നെ തുടങ്ങിയ രമേശ, ഇങ്ങനെ അടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പോകേണ്ട ആളങ്ങ് പോയില്ലേ. എന്താ നിന്റെ മനസ്സിൽ? രണ്ടും കൽപ്പിച്ച് ഒരുമ്പിട്ട് നിൽക്കുക. ഒരു കാര്യം പറയാനുണ്ട്. അവൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം പണിയാൻ പറ്റിയ ദിവസം. നിന്റെ മനസ്സിലെ പുണ്ണ് പഴിപ്പിക്കാണ്ട് അവനെ കൊന്നിട്ടല്ല, ജയിലിൽ പോയി അന്തസ്സോടെ കിടക്ക്. നിനക്ക് മനസ്സമാധാനെങ്കിലും കിട്ടും. ഈ പേട്ട് വെള്ളം കുടിച്ചാലൊന്നും നിന്റെ ഉള്ളിലെ തീ കേടൂല രമേശ. വണ്ടിയുണ്ടോ? വണ്ടിയുണ്ട്. നിനക്കിത് മതിയെങ്കിൽ ഞാൻ അടിക്കട്ടെ? അല്ലേ വേണ്ട, പോലീസ് പിടിക്കും. സാറേ, സാധനം കയ്യിലുണ്ടല്ലോ.
ഒരുത്തനിടെ ഇറങ്ങിയിട്ടുണ്ട്. എളുപ്പമായി. ഓ ശരി. നിങ്ങളെ ബാങ്ക് ഭൂമി കൊടുക്കുന്നുണ്ടോ? ഭൂമിയില്ല സാർ, ഭൂമിയുടെ ഈടിലാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. സാറിന്റെ പ്രോപ്പർട്ടി എവിടെയാ? വയനാട്. ഓ ബെസ്റ്റ് സ്ഥലല്ലേ. വയനാട്ടിൽ എവിടെയാ? പുത്തുമല എന്ന് പറയും. പുത്തുമല കേട്ടിട്ടുണ്ട്. കേൾവിയിലേ ഉള്ളൂ, കാഴ്ചയിലില്ല. ഒരു 10 സെന്റ് സ്ഥലവും എൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീടും കാഴ്ചയിലേ ഇല്ല. അവിടെ ജീവിച്ചവരും ഇപ്പോൾ ഞാൻ മാത്രം ബാക്കിയായി. ഭൂമിയിലല്ലാണ്ട് ലോൺ കൊടുക്കുന്ന വല്ല പ്ലാനും ഉണ്ടാ നിങ്ങളുടെ ബാങ്കിൽ? വണ്ടി വിടല്ലേ? എന്താ എണ്ണീക്കലാണ്. കാണുന്നില്ല. മുങ്ങിയ എന്താ പറ്റിയ? ഓർത്തു. ആദ്യം ഓട്. അതോടെ പിടിക്കേ ഓരെ പിടിക്കേ. ഓസിനൊരു സ്വപ്നം കണ്ടു അല്ലേ? എടാ എനിക്ക് ചാടണ
ചാടിക്കൊന്ന് നീ പോയി രക്ഷോട്ടോടാ. ചാട്. ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഒട്ടും. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു, കാത്തിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ മറന്നു. അങ്ങനെയൊന്നല്ല. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല, പൊട്ടി. രണ്ടാം കെട്ടാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നു. അവള് തിരിച്ചു വന്നപ്പോൾ ഞാൻ പുറത്ത്. സുഖമല്ലേ എല്ലാവർക്കും? ചോദിച്ചു കേൾക്കുമ്പോൾ പറയാനൊരു സുഖം. പത്രത്തിലൊന്നും വായിച്ചില്ലേ? പത്രത്തിൽ അങ്ങനെ പലതും ഉണ്ടാവും. ലോട്ടറി എടുത്ത് റിസൾട്ട് നോക്കുന്ന പോലെ ഞാൻ രാവിലെ ഇരുന്ന് പരതണോ? അറിയാത്തത് നന്നായി. മാറി കുറ്റപ്പെടുത്താൻ ഒരാളുണ്ടല്ലോ. അറിഞ്ഞുകൊണ്ട് കയറി തന്നെയാ ബസ്സിൽ. കേൾക്കാൻ മനസ്സുണ്ടാവുമെന്ന് കരുതി. കേട്ടാലല്ലേ ബാക്കി പറയാൻ പറ്റൂ. അന്ന് കാണാതായപ്പോൾ എന്തൊക്കെ കണക്കൂട്ടി കാണും. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പറ്റിയോ വല്ലതും? അവസാനം എന്നെ വീഴ്ത്തിയല്ലേ? അമ്മയാണ് ഞാൻ വീഴ്ത്തിയല്ല. ആ കാറുകാരൻ കുറേ വന്നിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാ. ഹോസ്പിറ്റലിൽ പോയാലോ? മാറിക്കാൻ മൊത്തം മാറിക്ക്. എന്തെന്ന് കളിക്കുന്നത്? എടാ നീ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കേണ്ട സമയത്ത് ഇത് പൊഞ്ഞോണ്ടിക്കോന്ന് ഏത് സമയത്ത് പൊട്ടിത്തെറിക്കും. മാറിക്ക്. മൊബൈലിനെ കുറിച്ച് മാറിക്കണം. മൊത്തം മാറിക്ക്. എല്ലാവരും മാറിക്ക്. മാറുന്നത് എന്താ കളിക്കുന്നത്? മാറി മാറി മൊത്തം മാറി. അടക്കില്ല മാറി. നിങ്ങൾ ഈ ഭാഗത്ത് മാറി അങ്ങോട്ട് പറയാം. ഈ ഭാഗത്ത് മാറി. ആള് മാറിക്കൊടുക്കുക. അങ്ങോട്ട് മാറിക്കൊടുക്കുക.
സാറേ എയർ ക്യാമ്പിലെ 924 സുധാകരനാണേ സാറേ. സാറേ ഞാനും ഗോപിനാഥനും കൂടി കൊണ്ടുപോയി പ്രതി ബസ്സിൽ നിന്ന് ചാടിയിട്ടുണ്ട്. ആ വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചാന്ന്. അതെ സാറേ, അതെ, ഒന്ന് വേഗം വരണം സാറേ. തന്തന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ താനന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ. തന്തന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ താനന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ. മാരിക്കാർ മേയണ മാനത്തിൻ താഴെ മാരിവിൽ പൂക്കണ മണ്ണുണ്ട്. ചെമ്പാവു പാടത്തിനപ്പുറത്തങ്ങ് ചെങ്കനൽ കൂട്ടണ സന്ധ്യയുണ്ട്. മാരിക്കാർ മേയണ മാനത്തിൻ താഴെ മാരിവിൽ പൂക്കണ മണ്ണുണ്ട്. ചെമ്പാവു പാടത്തിനപ്പുറത്തങ്ങ് ചെങ്കനൽ കൂട്ടണ സന്ധ്യയുണ്ട്. വേനൽ കിളികൾ പാടണ പാട്ടിൽ ഞായർക്കതിരുകളാടുന്നുണ്ട്. വേനൽ കിളികൾ പാടണ പാട്ടിൽ ഞായർക്കതിരുകളാടുന്നുണ്ട്. തന്തന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ താനന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ. തന്തന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ താനന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ. വെർപ്പ് വിതച്ച് വിത്തു മുളപ്പിച്ചു തേകി ഒഴിച്ചതും നമ്മളല്ലേ. വെർപ്പ് വിതച്ചു വിത്തു മുളപ്പിച്ചു തേകി ഒഴിച്ചതും നമ്മളല്ലേ. പത്തരമേനി വിളഞ്ഞിട്ട കറ്റകൾ കൊയ്തുമെതിക്കും കാലമല്ലേ. പത്തരമേനി വിളഞ്ഞിട്ട കറ്റകൾ കൊയ്തുമെതിക്കും കാലമല്ലേ. കൊയ്തുമെതിക്കും കാലമല്ലേ. തന്തന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ താനന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ. വേനൽ വരച്ചു വെയിൽ ചിത്രങ്ങൾ വീണ്ടും കാറ്റേ പാടുകില്ലേ. വേനൽ വരച്ചു വെയിൽ ചിത്രങ്ങൾ വീണ്ടും കാറ്റേ പാടുകില്ലേ. അന്തിയിൽ മാനത്ത് ചെങ്കതിർച്ചേലിൽ അമ്പിളി അരിവാൾ തീർക്കുകില്ലേ. അന്തിയിൽ മാനത്ത് ചെങ്കതിർച്ചേലിൽ അമ്പിളി അരിവാൾ തീർക്കുകില്ലേ. അമ്പിളി അരിവാൾ തീർക്കുകില്ലേ. തന്തന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ താനന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ. മാരിക്കാർ മേയണ മാനത്തിൻ താഴെ മാരിവിൽ പൂക്കണ
മണ്ണുണ്ട്. ചെമ്പാവു പാടത്തിനപ്പുറത്തങ്ങ് ചെങ്കനൽ കൂട്ടണ സന്ധ്യയുണ്ട്. വേനൽ കിളികൾ പാടണ പാട്ടിൽ ഞായൽക്കതിരുകളാടുന്നുണ്ട്. വേനൽ കിളികൾ പാടണ പാട്ടിൽ ഞായൽക്കതിരുകളാടുന്നുണ്ട്. തന്തന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ താനന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ തന്തന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ താനന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ തന്തന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ താനന്നന്താനോ തന്തന്നന്താനോ താനന്നന്താനാനോ. ഇപ്പൊ സംഭവം നന്നായിട്ടുണ്ട്. ഇന്ന് പിരിയാം. ആയിക്കോട്ടെ. ആ കഴിഞ്ഞില്ലേ നാളെ ഇതേ ഞാൻ സമയം പോട്ടെ. ഓക്കെ ശരി ശരി ശരി. അപ്പോ അല്ല നമുക്ക് ഈ ഫണ്ടിനെ പറ്റിയിട്ടൊന്ന് ആലോചിക്കണ്ടേ? അതല്ല, നമുക്ക് നാളെ ശരി എന്നാലും ശരി. ഇപ്പൊ നമുക്ക് പോവാം. ആവട്ടെ. ശരി. ഒറ്റക്ക് പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. എനക്കാ ഒന്നുമില്ല, നമ്മുടെ നാടല്ലേടോ. നമുക്കാവൂല പഠിച്ചോനെ, എന്തൊരു ചൂട്. ഏടിയാന്ന് നീ പൂട്ടിയിട്ട് ഓടുന്ന്? നിക്കാകാൻ മറ്റണ്ട. എന്തെല്ലോ സാധനങ്ങൾ വേണോ ഞമ്മക്ക്. നീ തന്നിട്ട് പോപ്പാ. ഇത്തിരി നടന്നിട്ടാ നമ്മളിവിടെ എത്തി. ഈ ദാസ അല്ലാർത്താലാന്നാ എല്ലാരും പൂട്ടിട്ട് പോകുന്നുണ്ടല്ലോ പറ്റോനെ. കുട്ടികളെ കൊണ്ട് ജീവിക്കാനും പറ്റാണ്ടായല്ലേ എന്റെ പറ്റോനെ. നീ കുറച്ച് അരിയെങ്കിലും താപ്പാ. പോയിട്ട് വേണം വെച്ച് കുടിക്കാൻ. നിന്റെ മൂടെല്ലാം വല്ലാണ്ടായിനില്ല. ഇക്കെന്താ പറ്റിയത്? എനക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾക്കൊന്നും പറ്റുന്നതിന് മുമ്പേ പോയി രക്ഷപ്പെട്ടോ. എന്റെ പഠിച്ചോനെ, ഇതെന്തെന്ന് എപ്പോഴും അർത്താല. ഇതെന്ത് മനുഷ്യന്മാര്? കൊറേ നേരമായാലും ഉമ്മ പോയിട്ട്. തൊട്ട പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഞാൻ പോവാന്ന് പറഞ്ഞാൽ കേൾക്കൂലല്ല. നീ പോയി നോക്ക് കുഞ്ഞിനും കൂടെ. അല്ല പിന്നെ ഓ ഉമ്മ പോന്ന. ടാറ്റാ ടാറ്റാ. ഇതെന്താണ് ഈ ബൈക്ക് നീളം കുടിക്ക? അല്ലാ, നടന്നാലും നടന്നാലും എത്തുന്നില്ലല്ലോ പഠിച്ചോനെ. റബ്ബേ, ഈ പൊരയിലെത്തിയിട്ട് നമ്മൾ എന്താണ് പറയേണ്ടത്? എന്തേ വൈകിയേ? സാധനമൊന്നും വാങ്ങിയിട്ടില്ലേ? കടയെല്ലാം പൂട്ടി. കുറച്ചരി രമണീൻ്റെ പൊരേന്ന് വാങ്ങി. ഇതാ കൊണ്ടുപോയി കഞ്ഞി വെക്ക്. ശരില്ലേ? നമ്മളെന്താണ് പറയണ്ടേ? നിങ്ങളിവിടെ കുത്തിയിരുന്നോ? ഒന്നും അറിയണ്ടല്ല. അതെന്താ ഇടാ മലമറിഞ്ഞിനാ? ഓങ്ങാണ്ട് കാര്യം പറ. കാര്യം പറ. പൈസ ഓറിപ്പോയിനാ? നിങ്ങളുടെ പൈസ കൊണ്ടുപോയി തീർത്ത്. അലാക്കാക്കാട്ട് കാര്യം പറപ്പാ.
രാഘവനെ കൊന്നെന്ന്. ഏത് രാഘവൻ? ഞമ്മൻ രാഘവനാ? നീ എന്നാ ഈ പറയുന്നത്? സാറേ, നമ്മളിങ്ങനെ ഡയറക്റ്റ് കയറി ചെന്നുകൊണ്ടോ കാര്യമുണ്ടോ? സ്വന്തം തോന്നിട്ട് കൊന്നതാണെങ്കിൽ രാത്രിക്കുള്ളിൽ അവരെ പൊക്കും. പിന്നിൽ വേറെ ആളുണ്ടെങ്കിൽ പണി കിട്ടും. കീഴടങ്ങുന്നവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓരോരോ കീഴ്വഴക്കങ്ങൾ. സാറേ, രണ്ടും നല്ല ടീമായിരുന്നു. അതിലൊന്നും കാര്യമില്ലെന്ന്. വിരൽ വന്നാൽ പിന്നെ തന്തയായാലും തള്ളിയായാലും വീറ്റുകൾ കത്തി കയറ്റും. വാ. വേഗം വാ. അതിലൂടെ ആ വഴി. അകത്തേക്ക് വാ, ഇവിടെ ഇരിക്കണ്ട. വാ, ആത്ത് കയറിയിരിക്കുന്ന അമ്മ തീർച്ചയായിട്ടാണ്. എണീക്ക്, ഇങ്ങോട്ട് വാ. കൊരക്ക് കൊടുക്കാണ്ട് ആത്ത് കയറി ഇരിക്കുങ്ങള്. പെട്ടെന്ന് വാ. അവൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല. എങ്ങോട്ട് പോയി? ഓൻ എല്ലാ ദിവസവും വരാറില്ല സാറേ. എന്താ വരാത്തെ? ഓന് വേറെ ഭാര്യ മക്കളുണ്ടോ? അവൻ എങ്ങോട്ട് പറഞ്ഞേച്ചേ? ഓൻ എങ്ങോട്ടേ പോയെന്ന് അറിയില്ല സാറേ. ഓ, അത് ശരി. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാരും അറിഞ്ഞോണ്ടുള്ള പരിപാടിയാ? ഇല്ല സാറേ, ഓ മിക്ക ദിവസവും ഇങ്ങോട്ട് വരാറില്ല. എപ്പോഴെങ്കിലും തോന്നുമ്പോ വരും. അപ്പൊ തന്നെ എന്തെങ്കിലും ബേച്ചിട്ട് പോവും. വായിൽ കയ്യിലെടുത്ത് കുത്തിയാൽ ഒരക്ഷരം മിണ്ടൂല സാറേ. ഓനെന്ത് പറ്റിയെന്ന് അറിയില്ല സാറേ. കുറച്ച് നാളായിട്ട് ഓൻ ആകെ പടക്കായിട്ടുണ്ട്. നാട്ടുകാര് പറയും പോലെ ഓനങ്ങനെ ചെയ്യൂല സാറേ. രാഘവൻ ഓനെടുത്ത കുട്ടിയല്ലേ, എല്ലാരെയും മുറ്റത്ത് കളിച്ചു വളർന്നതല്ലേ സാറേ. ഞമ്മടെ വിശ്വസിക്ക് സാറേ. ഇത് ഓന്റെ കെട്ടിയോളും കുഞ്ഞുമാണ്. രാഘവനെ സ്വന്തം ആങ്ങളെ പോലെ കാണുന്നോളാ. ഞമ്മള് പറയുന്നത് കള്ളല്ല സാറേ. നോക്കണം. എന്റെ പഠിച്ചോനെ,
ബേബി പൗഡർ, സോപ്പ് എന്തെങ്കിലും വേണോ? അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടോ? അതൊന്നും ഇതിൽ എഴുതൂല അമ്മച്ചി, എന്നാലും ആവശ്യമുള്ളതാ. ആണോ? എന്നാലും എടുത്തോ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? അങ്ങനെയുണ്ടോ സോപ്പിനും പൗഡറിനും? അങ്ങനൊന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വയറ് കണ്ടിട്ട് പെണ്ണാണെന്ന് തോന്നുന്നു. അപ്പൊ പ്രസവിച്ചില്ലേ? ഇല്ല, അതിനകത്ത് കയറ്റിയിട്ടേ ഉള്ളൂ. സിന്ധുവിന്റെ കൂടെ ഉള്ളതാരാ? ഹലോ, അവൻ ചാടി. എത്രയും പെട്ടെന്ന് വാ. വാ കേറ്. അവൻ എങ്ങോട്ട് പോയാലും എൻ്റെ കണ്ണിൽ തന്നെ പെടും കേട്ടോ. നീ പോയിക്കോ. ഓക്കെ എന്നാ. അയ്യോ മാഷി, മാഷി 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 മാഷി. പോടാ. നടക്കടാ അങ്ങോട്ട്. നടക്ക്. ഒന്നും പഠിക്കൂല. നടക്ക്. കേറാ അങ്ങോട്ട്. ഇവിടെ ഇരുന്നോണോ? എന്ത് വേണേലും ചെയ്തോ. തമ്മത്തല്ലി ചാവണേ ചത്തോ. ക്ലാസ് കഴിയുന്നവരെ ഇവിടുന്ന് പുറത്തിറങ്ങി പോകരുത്.